മൊമെൻറ്റ് ഷെയർ ദ ഗുഡ് ലൈഫ്. ആക്ച്വലി ഈ ഹെഡിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തതൊന്നല്ല. ആക്ച്വലി ഇത് ഞാൻ എഡിറ്റ് ആപ്പിൽ പോയ സമയത്ത് അതിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് വരുന്നു, അതിൽ നിന്നൊന്ന് പിക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. കണ്ടപ്പോൾ ഒരു ഓക്കെ എൻ്റെ വ്ളോഗിന് എന്ത് ഹെഡിങ് കൊടുക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇത് ആക്ച്വലി ഒരു വീക്കെൻഡാണ്. ഈ വീക്കെൻഡിലൊന്ന് ഈവനിങ് ആകുമ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാകും. എന്നാലും ഹ്യൂമിഡിറ്റി കാരണം അങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ ഏരിയ ഫുൾ സ്കൂൾ ഏരിയ ആണ്. ബോത്ത് സൈഡ് ഫുൾ സ്കൂളാണ്. അംബാസഡർ സ്കൂൾ, ജെംസ് മില്ലേനിയം സ്കൂൾ, പിന്നെ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടല്ലോ ഫസ്റ്റ് കാണുന്നത് തന്നെ മന്ദീന. ആക്ച്വലി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മന്ദീന അമേരിക്കൻ സ്കൂൾ, സംതിങ് ലൈക്ക് ദാറ്റ്, അറിയില്ല. അങ്ങനെ ഞാൻ ഈ ഭയങ്കര കാമായിട്ടാണ് ഇതുണ്ടായിരുന്നത്. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അഗീനോട് പറയുമായിരുന്നു, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അല്ലേ. അത് പറഞ്ഞ് കഴിയലും ആ റൗണ്ട് പോട്ടത്തിൽ ഒടുക്കത്തെ തിരക്ക്, വണ്ടികളായിട്ട് ഫുൾ 4 സൈഡും ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ഒക്കെ ഒരു പർച്ചേസിങ്ങൊക്കെ വേണ്ടി ഇറങ്ങിയതായിരിക്കും. എല്ലാവരും ഒരു ഈവനിങ് ടൈമാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ കുറച്ച് സമയം നിന്നു. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് കൂടെ നോക്കുമ്പോൾ കണ്ടു, ഞാനിപ്പോൾ ഒരു സൂം ചെയ്യുന്ന കണ്ടില്ലേ, ലേ ബേക്ക്. ഞാൻ ഇതിൻ്റെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ $1 പപ്സ് കിട്ടുന്നു. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, പക്ഷേ പപ്സ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഞാൻ പപ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് ഈ കല്യാണിൻ്റെ ഒരു ചെറിയ ഷോറൂമാണ്. ഞാൻ എപ്പോഴും ഒരിക്കൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ എന്താ പറയുക, കുർത്താസൊക്കെ നല്ല, പക്ഷെ റേറ്റൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ടോപ്പാറ്റ എടുത്തിന്, എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഭയങ്കര തിരക്കായിരുന്നു. അവസാനം നമ്മൾ ഇതാണ് സാസു കഫ്തീരിയ തന്നെയല്ലേ? സാസു എന്നായിരുന്നു നമ്മൾ. സാസുവിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഷാർജയിലുണ്ട്. വേറെ ഒന്ന് ലുലൂരെ സൈഡിലൊന്നുണ്ട്. അവിടെ ലുലൂരിൻ്റെ നേരെ മുന്നിലായിട്ടൊരു സാസു ഉണ്ട്. ഇത് കുറച്ചിങ്ങോട്ടേക്കില്ലേ, ഷാർജയിൽ അങ്ങോട്ടേക്കില്ലേ ഒരു സാസുവാണ്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി വെച്ച് നടന്നു. വണ്ടി വെച്ചിട്ട് കുറച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കൂടെ നടന്നു, ഈ ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതിലേക്കൂടെ നടന്ന് തിരിച്ച് സാസുവിൽ തന്നെ പോയിരുന്നു. ഓർഡർ ചെയ്തു. അഗീനോട് ഞാൻ പറഞ്ഞു, എന്താ കഴിക്കുന്നത്? അഗീനോട് നീ നിൻ്റെ ഓർഡർ ചെയ്തോളൂ, ആക്ച്വലി ചായ കുടിക്കാനാണല്ലോ വന്നത്. അപ്പം ഞാൻ ഞാൻ എന്നിട്ട് ചായയും വീണ്ടും പപ്സും ഓർഡർ ചെയ്തു. അങ്ങനെ ആ പപ്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അഗി ഓർഡർ ചെയ്യുന്നു 2 പൊറോട്ട, ഒരു ബീഫ് വരട്ടിയത്, ഈസൂനൊരു ദോശയും. ഞാനപ്പം ആ 2 പൊറോട്ട 3 പൊറോട്ടയാക്കി. എന്നിട്ട് ഞാനും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവർ കുക്കുംബർ സാലഡ് തന്നു. സാലഡിൽ എന്തോ പറങ്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈസൂന് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പൊറോട്ടയും ബീഫ് വരട്ടിയതോ അങ്ങനെ എന്തോ ആണിത്, എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ പേരെന്തായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഐസൂട്ടിന് ഞാൻ അങ്ങനെ പൊറോട്ട ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഐസൂട്ടിന് ദോശയും ബീഫും വെച്ച് അവൻ ദോശ കഴിക്കും. അവന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ ഇട്ടായിരിക്കും. ഞാൻ അഗീനോട് പറയാതെ, അയ്യോ എൻ്റെ ഷർട്ടിനൊക്കെ അത് വാഷ് ചെയ്ത് ചിലപ്പോൾ പോകുമെന്ന് അറിയില്ലല്ലോ. ഇനി ഞാൻ ടിഷ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഞാനിങ്ങനെ പറയുമ്പോൾ ഓൻ എന്ത് കഴിച്ചാലും പെട്ടെന്ന് ഇതിറക്കും, എന്താ പറയുക, മേത്തിറക്കും. അങ്ങനെ അവസാനമാക്കി എനിക്കൊന്ന് സ്വീറ്റ്സ് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അവിടെ ഇലയുടെ ഉണ്ടായിരുന്നു. ഇലയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അഗ്യൂര ഇലയുടെ പറഞ്ഞു. അങ്ങനെ ഇലയുടെ ഒക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. അഫോർഡബിൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് ഞാൻ എത്ര റേറ്റായി നമ്മൾ ഗസ് ചെയ്യാനൊക്കെ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ 22.50 ഫിൽസ് അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി. പിന്നെ അപ്പം അഗി പറഞ്ഞു, നമുക്ക് യേശൂട്ടനി ഓണക്കോടി എടുക്കാമെന്ന്. ഇതിനിടയ്ക്ക് അവനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓണല്ലേ, അപ്പോൾ നമ്മൾ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് അൽസാഹിയ സിറ്റി സെൻറ്റർ, അവിടെയാണ് നമ്മൾ അധികം ഡ്രസ്സ് എടുക്കാൻ പോവുക. അവിടെ R&B ഉണ്ട്, മാക്സ് ഉണ്ട്. മോസ്റ്റ്ലി ഞാൻ ആ 2 ഷോറൂം തന്നെയാണ്, ഷോപ്പിലാണ് കയറാറ്. അഗി എടുക്കാൻ വേണ്ടി വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട്
എൻട്രൻസിലോട്ടേക്ക് കയറുന്ന സമയത്ത് അഗി എടുക്കാൻ വേണ്ടിയിട്ട് അഗിയോട് നടക്ക് അവൻ അഗീനെ വലിയ കാര്യം ഡാഡാ പോയി ഓൻ ദേഷ്യം പിടിച്ചു. ഇപ്പം എൻ്റെ അടുത്തേക്ക് വേഗം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം അഗി എന്തോ പറഞ്ഞിട്ട് അഗിയെ എടുത്തു. എൻ്റെ കൂടെ അധികം വരാറില്ല, പുറത്ത് പോകുമ്പോൾ അഗി ഉണ്ടെങ്കിൽ അഗിയെ തന്നെ അവന് വേണ്ടത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മാത്സിലോട്ടേക്ക് കയറി. മാത്സ് കയറി കഴിഞ്ഞിട്ട് അവൻ തന്നെ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവന് ഒരു ഷർട്ടും ഒരു 2 ടീഷർട്ടും എടുത്തു. അവൻ ഈ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അവനിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ തൊട്ടിട്ടും. അപ്പോൾ നമ്മൾ ഈ സൂട്ട് ഇത് മദ്യമാകുമ്പോൾ ഒരു ചിരിയൊക്കെ തരും നമുക്ക്. അത് ഇതിൽ ക്യാപ്ചർ ആയില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അഗി അവിടെ ഓഫൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഗി പിന്നെ ഒരു 3 ടീഷർട്ടോ അങ്ങനെ എന്തോ ഓഫിലെന്തോ വന്ന സമയത്ത് അഗി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ തപ്പിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ദോണ്ടെ ക്രോക്സ് ഇത് അവിടുന്ന് വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞിട്ട് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു. കാരണം അങ്ങനെ കരച്ചിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഏകദേശം സമയമായി, ഒരു 9 o'clock ഒക്കെ ആയിനി. ആക്ച്വലി ഈ മാളിൻ്റെ ഉള്ളിലൊക്കെ കയറിയ ടൈം വേഗം പോവും. അപ്പോൾ ഈ സൂട്ടിൻ്റെ ഒരു ഉറക്കമൊക്കെ വരലായി, ഒച്ചപ്പാടൊക്കെ ചെറുങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അതിന് റൂമിലോട്ടേക്ക് വിടാം. റൂഫ് ഓണാക്കാൻ പറയുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ റൂഫിലേക്ക് കൂടെ നോക്കാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. വീണ്ടും ഒരു വ്ളോഗിൽ